അങ്ങനെ ഞങ്ങൾ മേത്തർ ബസാർ എത്തിയിട്ട് കുറേ ഇൻസ്റ്റയിലൊക്കെ കുറേ റീൽസ് കണ്ടപ്പോൾ വിചാരിച്ചൊന്ന് മേത്തർ ബസാറിൽ പോകണമെന്ന്. അല്ലെങ്കിൽ അമ്മ പറയാറുണ്ട് ക്രിസ്മസ് കാണണമെങ്കിൽ നീ മേത്തർ ബസാറിൽ പോകണം എന്നൊക്കെ. ഇതുവരെയായിട്ടും പോയിട്ടില്ല കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം കുഞ്ഞിൻ്റെ ആദ്യത്തെ ക്രിസ്മസ് അല്ലേ, കുഞ്ഞിന് ലൈറ്റ്സ് ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവൻ്റെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവട്ടെ എന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് കാണാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വളരെ ചീപ്പ് റേറ്റിന് നിങ്ങൾക്ക് കിട്ടും. കിടിലം വൈബുള്ള കുറേ സാന്താസ് ഉണ്ട്, പുൽക്കൂടുണ്ട്, റീത്തുണ്ട്, എന്തൊക്കെ വേണം എല്ലാം ഉണ്ട്. ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും കിട്ടും. എനിക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ എക്സ്പീരിയൻസ്. സംഭവം 7-8 കൊല്ലമായിട്ട് കൊച്ചിയിലുണ്ടെങ്കിൽ ഇതൊക്കെ മിസ് ചെയ്തിരുന്നു. ഇത്രയും നാളും ഞാൻ വന്നിട്ടില്ല കേട്ടോ. ഇപ്പോൾ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടിയിട്ടും കുറച്ച് ലൈറ്റ്സൊക്കെ കാണിക്കാം, നിങ്ങൾക്ക് കുറച്ച് വീഡിയോസൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ഇത്രയും നാൾ മിസ് ആയിപ്പോയല്ലോ എന്ന വിഷമം. വെറൈറ്റി സ്റ്റാറുകളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ സ്നോമാൻ, നിറയെ ക്രിസ്മസ് ഐറ്റംസ് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ഐറ്റം വേണമെങ്കിൽ ഈ ഇവിടെ തന്നെ വരണം. ഒരുപാട് ഹോൾസെയിൽ ഷോപ്പുകളുണ്ട്. ആദ്യം കാണുമ്പോൾ തന്നെ ചാടി കയറി വാങ്ങിക്കാൻ നിൽക്കേണ്ട. പല റേറ്റിനാണ് പല ഐറ്റംസ് ഉള്ളത്. മിക്കവാറും കുറേ ഐറ്റംസ് പിന്നെ കേട്ടിട്ടുണ്ട് കേട്ടോ. ഈ ക്രിസ്മസ് അടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെയൊക്കെ റേറ്റ് കൂടുന്നു. ഇപ്പോൾ ഡിസംബർ ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴത്തേക്ക് റേറ്റ് നല്ല കൂടുതലായിരിക്കുന്നു. പിന്നെ ലാസ്റ്റൊക്കെ ആകുമ്പോൾ കുറയുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആരും വന്ന് വാങ്ങിക്കത്തില്ല. ക്രിസ്മസ് ട്രീ ഒക്കെ നേരത്തെ നമ്മൾ ഒരുക്കുമല്ലോ. ഇത് കണ്ടില്ലേ, പല ടൈപ്പ് ബീഡ്സ് അല്ലല്ലോ, എന്താ ഇത് പറയാൻ, ചെറീസ് പോലുള്ളത്. ഈ ചെറീസ് നല്ല ഭംഗിയായിട്ടോ കാണാൻ. അത് നല്ലൊരു ഗ്ലോസി ഫിനിഷിങ്. കണ്ടാൽ നമ്മൾ എടുത്തു പോകും. എനിക്ക് തോന്നുന്നു 5 പീസ് 25 രൂപയോ, അതായത് വലിയ ഒരെണ്ണത്തിന് 5 റുപ്പീസ്, ചെറുതിന് 3 റുപ്പീസ് അങ്ങനെയാണ്. കളറ് എല്ലാം സെയിം പ്രൈസാട്ടോ. ഒരു ഷോപ്പിൽ ഞാൻ ചിലയിടത്തൊക്കെ പ്രൈസ് ചോദിച്ചു. പിന്നെ എല്ലായിടത്തും റിപ്പീറ്റഡ് കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ യുണീക്ക് ഡെക്കോ പീസസ് കിട്ടുന്ന ഷോപ്സ് ഉണ്ട്, സെറാമിക് പീസസ് ഉണ്ട്. നമുക്ക് എന്ത് വേണം എല്ലാം മേത്തർ ബസാറിൽ കിട്ടും. ഭയങ്കര ഹൈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് സാധനങ്ങളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും മേത്തർ ബസാറിലുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഈ വുഡൻ എന്താ പറയുക, ഈ പീസിൽ അത് വലുതിന് 200 ചെറുത് 100. പിന്നെ ഇതായി സ്നോബാനുണ്ട്. ഈ കുഞ്ഞ് ക്രിസ്മസ് ട്രീ എനിക്ക് 150 ആണെന്ന്, പക്ഷെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടോ. അതൊക്കെ വെച്ചിട്ട് പിന്നെ കുഞ്ഞിനൊരു ക്രിസ്മസ് ഡ്രസ്സ് ഇവിടെ വെച്ചങ്ങ് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. കാരണം കുഞ്ഞിൻ്റെ ആദ്യത്തെ ക്രിസ്മസ് അല്ലേ, കുറച്ച് ഫോട്ടോസ് എടുക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. അല്ല വലിയ ഗ്രാൻഡായിട്ടൊന്നും അല്ല, കുട്ടി നല്ല ഇച്ചിരി സ്റ്റാൻഡേർഡായിട്ട് ഇച്ചിരി നല്ല കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നു. അവൻ്റെ ഓണത്തിൻ്റെയും വിഷുവിൻ്റെയും ഒക്കെ ഞാനിങ്ങനെ ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ടല്ലോ, കുറച്ച് ഫോട്ടോസും. ഇതൊക്കെയല്ലേ അവനെ കാണിച്ചു കൊടുക്കാൻ പറ്റൂ. അപ്പോൾ കുഞ്ഞിനൊരു ഡ്രസ്സ് നോക്കുവാണേ. അപ്പോൾ കുഞ്ഞിൻ്റെ കറക്റ്റ് ഡ്രസ്സ് കിട്ടി. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയിരുന്നു. എനിക്ക് തോന്നുന്നു 110 രൂപയോ 110 റുപ്പീസ് എങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതെടുത്തു. തണ്ട് ഈ കുഞ്ഞിന് പിന്നെ സോഫ്റ്റ് ടോയ്സിനോട് വലിയ കമ്പമാണ്. തണ്ട് ഇതിനെ കണ്ടപ്പോൾ അതിനെ കയറി പിടിക്കുന്നുണ്ടേ. അത് വാങ്ങിയൊന്നുമില്ല അവന്. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോന്നിങ്ങനെ നോക്കി എടുക്കും. ഓരോ ഷോപ്പ് കാണുമ്പോൾ നമുക്ക് കയറി നോക്കാൻ തോന്നും. നല്ല സെറാമിക്, നല്ല സ്റ്റാൻഡേർഡ് ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ചെറിയ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ എന്താ നല്ല രസം കേട്ടോ കാണാനായിട്ട്. എനിക്കങ്ങ് പിടിച്ച് കഴിക്കാൻ തോന്നും. അതുപോലെ എന്താ പറയുക, ഭയങ്കര അട്രാക്റ്റ്. ഇതാണ്ട് ഈ റീത്ത് ഞങ്ങൾ വാങ്ങി കേട്ടോ. എനിക്ക് തോന്നുന്നു 250 എങ്ങാണ്ടാണെന്ന്. പിന്നെ പല ടൈപ്പ് റീത്തുകളുണ്ട്. ക്രിസ്മസ് ട്രീ ഉണ്ട്. ഞാൻ റിപ്പീറ്റായിട്ട് പറയുന്നത്, റിപ്പീറ്റായിട്ട് ഐറ്റംസ് കാണുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ റിപ്പീറ്റായിട്ട് വീണ്ടും സെയിം ഐറ്റംസ് കാണുന്നു. പലയിടത്തും ഉണ്ട്. കാരണം കുട്ടി ചെറീസ് ഉണ്ട്, ഈ ലീവ്സ് ഉണ്ട്, നല്ല ഭംഗിയായിട്ടോ. ഇതിൻ്റെ ക്രിസ്മസ് ട്രീ തന്നെ പല ടൈപ്പ് ഉണ്ട്. ഈ കുട്ടി ക്രിസ്മസ് ട്രീ എനിക്കൊന്നും ഈ കുട്ടി ഭയങ്കര സ്റ്റാൻഡേർഡ് ക്രിസ്മസ് ട്രീ അല്ലേ, അതിനെന്തോ 1300 500 ആകാണ്ട് കേട്ടോ. കുഞ്ഞാണെങ്കിലും സ്റ്റാൻഡേർഡ് ഐറ്റംസിന് നല്ല റേറ്റ് ഉണ്ട്. പിന്നെ ഈ ഫ്ലവേഴ്സിൽ ക്രിസ്മസ് ട്രീയിൽ വെക്കുന്ന ഐറ്റംസ്, ഡെക്കോർ ഐറ്റംസ് ഒക്കെയാണ്. കുഞ്ഞു പീസസ്. ഞാൻ ഇതെടുത്ത് നോക്കിയേ. ഈ ചെറിയും പൈൻ കോണും ലീഫും എല്ലാം കൂടെ ഉള്ളത് അത് 130 റുപ്പീസാണ്. ഞാനത് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാനങ്ങ് താത്തു വെച്ചു. ഞാൻ വെച്ച് എന്തിനാ ഈ ചെറീസ് വാങ്ങിയിട്ട്, ഇതൊക്കെ ക്രിസ്മസ് ടൈം മാത്രമല്ലേ യൂസ് ചെയ്യത്തുള്ളൂ, പിന്നെ വാങ്ങിക്കാം. എല്ലാം കൂടെ ചാടിക്കയറി ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണ്ടല്ലോ, നോക്കി വാങ്ങിക്കാം എന്നൊക്കെ വെച്ചിട്ട് ഞാൻ അത് അവിടെ അങ്ങ് വെച്ചു. വേണ്ടോ റീത്ത്. പിന്നെ കുഞ്ഞു ബോൾസ് ഉണ്ട്, കുഞ്ഞു ക്രിസ്മസ് അപ്പൂപ്പനുണ്ട്. ഞാനിങ്ങനെ അവനെ ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. ആ പയ്യന്മാരിങ്ങനെ നോക്കും ഇവനെ പറ്റിയ ഡ്രസ്സ്, കാരണം തൊപ്പി വലുതായിരുന്നു. അപ്പോൾ ആ മറ്റു ഡ്രസ്സിനകത്ത് എന്തായാലും തൊപ്പിയും ബാഗും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ ആ സെറ്റ് എടുത്തു. പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കും. എനിക്കൊന്നും ഇവിടുന്ന് കുറച്ച് ചെറീസ്, ആ റെഡ് ചെറീസ് ഇല്ല, അത് ഞാൻ ഒരു സെറ്റ് എങ്ങാണ്ട് എടുത്തു. വേറെ ഒന്നും എടുത്തില്ല കേട്ടോ ഈ ഷോപ്പിൽ നിന്ന്. അപ്പം അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് ഹോൾസെയിൽ കടയിലോട്ട് പോകാം, വേറെ കടയിൽ പോകാം എന്നാണ് അമ്മയ്ക്കറിയാം. അമ്മ ഈ ക്രിസ്മസിനൊക്കെ ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ കറങ്ങാറുണ്ട്. ഞാനേ ഉള്ളൂ ഈ ടൈമിലൊന്നും വരാത്തത്. അപ്പം അമ്മ പിന്നെ വേറെ കടയിലൊക്കെ ഇങ്ങനെ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എന്തായാലും ഡ്രസ്സ് ഇവിടെ നിന്ന് എടുത്തു. ഞാൻ എന്നാണ്ട് ഇങ്ങനെ എല്ലാം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ.
നല്ല ഐറ്റംസ് ഉണ്ട്, നിങ്ങൾ പോന്നോ, എന്തായാലും താമസിക്കേണ്ട കേട്ടോ, പെട്ടെന്ന് പോന്നു. പിന്നെ ഇത് കണ്ട, ഇതിങ്ങനെ ചുറ്റി വെക്കുന്നൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ ഞാൻ ട്രീ കിട്ടിയില്ലെങ്കിൽ ഇത് ചുറ്റി അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലുള്ള ട്രീ അധികം റേറ്റിനുള്ളതൊന്നും വേണ്ട കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു 500-600 റേറ്റിലൊക്കെ ഉള്ള ഒരു ട്രീ മതി എനിക്ക്. അത് മറ്റേ പേപ്പർ പോലുള്ള ട്രെൻഡ്. ഇപ്പോൾ ഇവൻ പറയുകയാണ് ഇങ്ങനെ ചുറ്റി വെക്കാൻ ചേച്ചി എന്ന് പറയാം. അപ്പോൾ അതിന് ഫ്രെയിം ഉണ്ടോ എന്നൊക്കെ അമ്മ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവനിങ്ങനെ ഫ്രെയിം ഇല്ല, അത് കൊണ്ടുവന്നിട്ട് കാണിക്കുക, എന്തോ ഒരെണ്ണം കൊണ്ടുവന്ന് കാണിച്ചു തരുമോ എങ്ങനെ ഇരിക്കും എന്ന്. അപ്പം അമ്മ ഇങ്ങനെ പറയുകയാണ് മറ്റേ മഞ്ഞ് ഉള്ള പോലുള്ള ടൈപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതുണ്ടെന്ന് പറഞ്ഞ് അകത്തുനിന്ന് എടുത്തിട്ട് വന്നു. അപ്പോൾ ഞങ്ങളുടെ 5-6 വീതം രണ്ടും തരാൻ പറഞ്ഞു. അതിങ്ങനെ വാങ്ങിച്ചു. അപ്പോൾ ഇത് കുഞ്ഞെന്നാണ്ട് എന്തോ ബോളോ എന്തോ എടുത്ത് കൈ വെച്ചേക്കോട്ടോ, അവൻ എന്തെങ്കിലും ടോയ്സ് കൈ പിടിക്കാൻ വേണം. അപ്പോൾ എന്നിട്ട് അത് ടോയ് ഷോപ്പാണ്. അപ്പോൾ അകത്ത് ടോയ്സ് ഉണ്ടെന്ന് അവനിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ കുഞ്ഞിന് ടോയും വാങ്ങി കൊടുക്കും. അപ്പോൾ അവൻ പറഞ്ഞു കുറേ നേരമായില്ലേ കുഞ്ഞ് ചൂടെടുത്തിട്ടായിരിക്കും ചേച്ചി കരയുന്നത്, എങ്കിൽ പിന്നെ ഫാൻ്റെ കീഴിൽ നിർത്തിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഫാൻ്റെ കീഴിൽ നിർത്തി. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ ഓരോ ഐറ്റംസൊക്കെ ഭയങ്കര തിരക്കി, അവിടെയൊക്കെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞിനപ്പോൾ എന്ത് ടോയ്സ് വേണം എന്ന് നോക്കിയിട്ട് മിക്കവാറും എല്ലാം അവൻ്റെ കയ്യിലുണ്ട് കേട്ടോ. തൽക്കാലം പിടിക്കാൻ എന്തെങ്കിലും ടോയ്സ് അല്ലേ നോക്കിയാൽ. പിന്നെ ഒരു ലൈറ്റ് കത്തുന്നൊരു റാറ്റിൽ ഒരു മ്യൂസിക്കൽ ടോയ് അത് വാങ്ങിക്കൊടുത്തു കേട്ടോ. പക്ഷെ അതിന് ബാറ്ററി ഒന്നും ഉണ്ടായില്ല, അത് പിടിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ അടുത്ത ഷോപ്പിലോട്ട് ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ ടൈം ഒരുപാട് ലേറ്റ്. ഇപ്പോൾ തന്നെ ഒരു 9-9:30 ആവാറായി. 8 മണിക്കല്ലേ വന്നത്. എനിക്ക് പിന്നെ പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചു. കാരണം വീട്ടിൽ നിന്നും കോൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നേ. കാരണം കുഞ്ഞിന് അത്ര സുഖമില്ല, അമ്മയ്ക്കും പനിയായിരുന്നേ. ഞങ്ങൾ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതല്ലേ. പക്ഷേ ഇത് കണ്ടോ, 4 എണ്ണം 100 രൂപ. ഇത് വാങ്ങിയ കേട്ടോ. പിന്നെ ഞാനൊരു ലൈറ്റ് വേണമായിരുന്നു ക്രിസ്മസിൻ്റെ. കുഞ്ഞ് സ്റ്റാർ ഉണ്ടോ എന്ന് ചോദിച്ച് ഈ കടയിൽ കയറിയതാണ്. പക്ഷേ ഇവിടെ സ്റ്റാർ ഉണ്ടായിരുന്നില്ല, വലുതായിരുന്നു എല്ലാം. അപ്പോൾ വലുത് പിന്നെ വാങ്ങിക്കാം, അല്ലെ അച്ഛൻ വാങ്ങിക്കാം, പിന്നെ വന്ന് വാങ്ങിക്കാം ഒക്കെ വിചാരിച്ചു. പിന്നെ ഇങ്ങനെ നോക്കി ഇരിക്കുകയാണ്. എങ്കിൽ പിന്നെ ഹാങ്ങിങ് പീസസ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കുവാണെങ്കിൽ ക്രിസ്മസ് ട്രീയിലേക്ക് മറ്റേ ആ തോരണം പോലുള്ള സംഭവം നമ്മൾ വാങ്ങിയിട്ടുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഹാങ്ങിങ് ഡെക്കർ ഐറ്റംസ് ഒക്കെ നോക്കാം. പക്ഷെ ഇവിടെ നല്ല ചീപ്പായിട്ടുണ്ട് കേട്ടോ. ഇത് ഹോൾസെയിൽ കടയും കൂടാണ്. 80 റുപ്പീസൊക്കെ ഉള്ളൂ കുറച്ച് സെറ്റിന്. അപ്പം ഞാൻ ഇവിടുന്ന് ഈ സ്റ്റാർ ഞാൻ എടുത്തു. പിന്നെ കുറച്ച് ബോൾസ് എടുത്തു. അങ്ങനെ കുറച്ച് അങ്ങനെ കുറച്ച് അത്യാവശ്യം യുണീക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിറക്കിയെടുക്കുക കേട്ടോ. റീത്തൊക്കെ നമ്മൾ വാങ്ങിയായിരുന്നു ഓൾറെഡി. ആ ഫസ്റ്റ് ഷോപ്പിൽ നിന്ന് റീത്ത് വാങ്ങിയായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് ഹാങ്ങിങ്സും കുറച്ച് ചെറീസൊക്കെ എടുത്തു. എനിക്ക് എല്ലാം അങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമല്ലേ ഞാൻ, അപ്പോൾ എനിക്ക് എല്ലാം ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ബ്രോഡ്വേ കൂടെ ഇറങ്ങുവാണേ. അങ്ങോട്ട് മാറിയിട്ട് ഊബർ ബുക്ക് ചെയ്യാമെന്നൊക്കെ അമ്മ ഇങ്ങനെ പറയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫൈനലി അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ആ വരുന്ന വഴിയിലൊരു ഷോപ്പിൽ നിന്ന് കേട്ടോ ക്രിസ്മസ് ട്രീ വാങ്ങിയത്. ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങി 400 റുപ്പീസ് ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു, അതുമല്ല നല്ല ഗ്ലോസി ആയിരുന്നു. ആകെപ്പാട് കോലം കെട്ടി മുടിയൊക്കെ കെട്ടി ചൂടെടുത്ത് വിയർത്തൊലിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ഇത് കണ്ടോ ഒരു ഷോപ്പ്. ഇവിടെയും വന്നിട്ട് ഞാൻ ലൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ലൈറ്റ് ഉണ്ടായിരുന്നില്ല, കുട്ടി ലൈറ്റ് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരിക്കും കേട്ടോ, പക്ഷെ നമ്മൾ ഒരുപാട് ലേറ്റായി. ഞങ്ങളിങ്ങനെ ഓടി ഇറങ്ങുമായിരുന്നു. ഒരുപാട് ലേറ്റായി പോയല്ലോ, പിന്നെ ഒരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി ഇറങ്ങുമായിരുന്നു. അപ്പോൾ പിന്നെ ഇവനെ കിടത്തി ഫോട്ടോസ് എടുക്കാൻ കുറച്ച് മറ്റേ വൂളൻ മറ്റേ വൈറ്റ് ഫർ പോലുള്ള മെറ്റീരിയൽ ക്ലോത്ത് എവിടെ കിട്ടും എന്നൊക്കെ ഞാൻ അമ്മയോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അമ്മ ഈ ഷോപ്പിൽ നമുക്ക് പെട്ടെന്ന് ചോദിക്കാം പറഞ്ഞാൽ ഓപ്പൺ ആയിട്ട് അത് ക്ലോസ് ആക്കാൻ പോകുമായിരുന്നു. അപ്പോൾ ആ ഷോപ്പിൽ ഞങ്ങൾ പെട്ടെന്ന് ചാടി കയറി കേട്ടോ. അവിടെ ഇത് ഉണ്ടോ, 1 മീറ്ററിന് എത്ര 380 റുപ്പീസ് കണ്ടായിരുന്നു. അപ്പോൾ അതൊരു മീറ്റർ എടുത്തോളാൻ പറഞ്ഞു. വൈറ്റ് എടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു. വൈറ്റ് വേണോ റെഡ് വേണോ എന്നൊക്കെ അമ്മ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വൈറ്റ് ആകുമ്പോൾ നമുക്ക് പിന്നെ വേറൊരു ഒക്കേഷനിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ അത് ടോയൊക്കെ വാങ്ങിച്ച് കുഞ്ഞെന്നാണ്ട് അവസാനം അമ്മ പിടിക്കേണ്ടി വന്നു. അവൻ കുറച്ച് നേരമുള്ള പിടുത്തമൊക്കെ ഉള്ളു കേട്ടോ. പിന്നെ അവിടുത്തെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ചെക്കൻ. അവൻ ആക്കപ്പാടെ ഉറക്കവും മരുന്ന് വിശക്കുകയും ചെയ്തു. പനിയായിട്ട് പാവത്തിന് തീരെ വയ്യ കേട്ടോ. ആരെങ്കിലും കേട്ടാൽ ഓടിക്കും ഈ പനിയായിട്ട് ബ്രോഡ്വേ പോയെന്ന്. പിന്നെ ലേറ്റ് ആയിക്കഴിഞ്ഞാൽ തിരക്കല്ലേ, പിന്നെ ചിലപ്പോൾ വരക്കം നടന്നില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് കുഞ്ഞിൻ്റെ ഒരു കാര്യങ്ങളും മിസ്സാക്കാറില്ല. എല്ലാ സെലിബ്രേഷൻസും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കൊണ്ടുപോകും കേട്ടോ. കുഞ്ഞിൻ്റെ അച്ചായി നാട്ടിലില്ലാത്തതുകൊണ്ട് അതിൻ്റേതായ നല്ല കുറവുകളൊക്കെ ഉണ്ട്. നൈറ്റൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാനേ ഊബറിലൊക്കെ അല്ലേ പോകാൻ പറ്റുള്ളൂ. പിന്നെ അമ്മ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇങ്ങനെ വായി നോക്കി നടക്കാം. ഇവിടെ ക്രിസ്മസ് ട്രീ ആ പുൽക്കൂട് ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നതല്ല, ആ ചെറുതിന് 200 രൂപയാണ്. വലുതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പെട്ടെന്ന് ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നിൻ്റെയൊക്കെ വില ചോദിക്കുക കേട്ടോ. അപ്പം ഞാൻ ചേട്ടൻ പറഞ്ഞു ചെറുതിന് 200 എന്ന് പറഞ്ഞ്. അത്യാവശ്യം കലാബോധമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിലൊക്കെ വാങ്ങിച്ചിട്ട് അറേഞ്ച് ചെയ്താൽ മതി. ഞങ്ങൾ ഓടി ഇറങ്ങി. അവിടെ ഒരു ജ്യൂസ് ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് 2 ഓറഞ്ച് ജ്യൂസൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കഴിക്കാനൊന്നും നിന്നില്ല കേട്ടോ, കാരണം ഭയങ്കര ലേറ്റായി. ഊബർ ബുക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ.
ഊബർ ബുക്ക് ചെയ്യാൻ പോവുകയാണേ. അങ്ങനെ ഊബറൊക്കെ ബുക്ക് ചെയ്തു. അങ്ങനെ ഫൈനലി ഞങ്ങൾ എൻ്റെ ഓറഞ്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി.